ഹലോ ബാബുബായ്. നിന്നെയൊക്കെ ഇങ്ങോട്ട് അയച്ചത് സിഗരറ്റ് വലിച്ച് നിൽക്കാനോട്ടാണോടാ? ബായി ഇപ്പൊ എവിടെയാ? ഞാൻ എവിടെ ആയാലും എന്താ സിഗരറ്റ് കളടാ. ആരെങ്കിലും കണ്ടാ എന്ത് വിചാരിക്കും? സംശയത്തിന് ഇട കൊടുക്കരുത്, മനസ്സിലായോ? ഓക്കെ ബൈ. ശ്രേയ മാഡം പറഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അതെ, എത്ര ക്യാഷ് വേണേലും മാഡം തരും. അതുകൊണ്ട് ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യണം. സെക്യൂരിറ്റി ആയിട്ട് നിന്ന് വേണം നമ്മുടെ നീക്കങ്ങൾ. എല്ലാം ഓക്കെയാണ് ബായ്. എല്ലാ ഭാഗത്തും നമ്മുടെ ആളുകൾ ബൗൺസേഴ്സിന്റെ യൂണിഫോമില്ല. ബായ് എവിടെയാ? നീ ഒന്ന് തിരിഞ്ഞു നോക്ക്. വിനി, നിങ്ങളൊന്ന് കുറച്ചേരം പുറത്തേക്ക് നിൽക്കോ? ശരി മാഡം. എന്താ അമ്മേ? മോളെ, നീയല്ലേ ബാലമാഷ കല്യാണത്തിന് വരില്ല, നമ്മൾ വരുത്തേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞത്? അതൊന്നും വേണ്ടി വന്നില്ല. മാഷ് വന്നിട്ടുണ്ട്. ഓ, ഇപ്പോഴാ ശ്വാസം നേരെ വീണത്. നമ്മൾ പ്രതീക്ഷിക്കാതെ ആദ്യം എത്തിയത് ചാരു, ഇപ്പൊ മാഷ്. നമ്മൾ വിചാരിച്ച പോലെല്ലാം തനിയെ നടക്കുന്നുണ്ടെങ്കിൽ ഒന്നോർത്തു, നമ്മൾ വിചാരിക്കാത്ത എന്തോ നടക്കാൻ പോവാ. എന്നുവെച്ചാ? സമ്മതിക്കില്ല മമ്മി. ഞാൻ ചിന്തിക്കുന്നതും തീരുമാനിക്കുന്നതും പോലെ ഇവിടെ നടക്കാൻ പാടുള്ളൂ. ചാരു എന്തൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിലും അത് നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ചാരു, ആ ശ്രേയ നിന്നെ പറഞ്ഞത് കേട്ടിട്ട് എനിക്കിപ്പോഴും ദേഷ്യം മാറിയിട്ടില്ല. എനിക്കും അങ്ങനെ തന്നെ അമൃതേച്ചി. ഇനി എന്തെങ്കിലും പറഞ്ഞ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് എനിക്കെന്നെ അറിയില്ല. അനു, നീ ഒന്നും മിണ്ടായിരുന്നേ. ചുമ്മാ കുഴപ്പത്തിനൊന്നും പോവല്ലേ. മാഷേ നമസ്കാരം. ഓ നമസ്കാരം. സുഖമല്ലേ? സുഖമായിരിക്കുന്നു ജയദേവ. സന്തോഷം. എന്നാ ഞാനങ്ങോട്ട്. ശരി. മാഷേ, താൻ കല്യാണത്തിനെത്തില്ലെന്നാണല്ലോ ശ്രേയ മാഡം പറഞ്ഞത്. തന്നെ ഒരുക്കാനാ ഞാനിവിടെ വന്നത്. എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത കാര്യങ്ങളല്ലേ താൻ എന്നോട് ചെയ്തത്. എന്റെ കയ്യിൽ വന്ന് ചാടും, അപ്പ കാണാം. എന്റെ പെണ്ണായി വരേണ്ടവളായിരുന്നു നീ. ഞാൻ നിന്നെ ഒരുപാട് സ്വപ്നം കണ്ടതാ. എന്നെ വേണ്ടെന്ന് വെച്ച നീയും
സമാധാനമായി ജീവിക്കണ്ട. ശ്രേയ മേഡത്തെക്കാൾ കൂടുതൽ വാശി എനിക്കാടി. ചാരു, ദേ ആ പർദ്ദയിട്ട പെണ്ണ് നിന്നെ തന്നെ നോക്കുന്നു. നിനക്കറിയോ അവളെ? മുഖം കാണാതെ എങ്ങനെയാ ചേച്ചി മനസ്സിലാക്കുന്നത്? പുളിങ്കുന്നിന്ന് കല്യാണം കഴിച്ച് കൊച്ചിയിലേക്ക് പോയ ഷംനയായിരിക്കോ? ഷംന എങ്ങനെ ഇവിടെ വരാനാ? അവളിപ്പോ ദുബായിൽ സെറ്റിൽഡ് അല്ലേ? ആ ശരിയാണല്ലോ. അതെ, എന്നെ അറിയോ? ഞാൻ ചാരുലത. അമൃതേച്ച് പറയുമായിരുന്നു ഷംനയാണെന്ന്. അയ്യോ, ഞാൻ ഷംനയല്ല, എന്റെ പേര് റാഹിലാന്നാ. റാഹിലയോ? അതാരാ? ചാരു ചേച്ചിയുടെ കൂടെ പഠിച്ചതായിരിക്കും. ഒന്ന് ഓർത്തു നോക്ക്. റാഹില എവിടെ വീട്? ഏത് സ്കൂളിലാ പഠിച്ചേ? ഞാൻ കുറച്ച് ബിസിയാ. ശരി എന്നാ. റാഹില ഒന്ന് നിന്നേ. റാഹില, റാഹില. റാഹിൽ എന്ന പേരിൽ എനിക്കാരെയും അറിയില്ല. നമ്മുടെ ചുറ്റുവട്ടത്തൊന്നും അങ്ങനെ ആരുമില്ല. ചിലപ്പോ ശ്രേയയുടെ കൂട്ടുകാരി ആയിരിക്കോ? അതെന്തിനാ നമ്മൾ നോക്കുന്നേ? നീ വാ.